ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയൊരു വീഡിയോയുമായി എത്തിയിട്ടുണ്ട്. നമ്മൾ മാക്സി കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മൊത്തമായിട്ട് ഒരു കൂടുതൽ ലെയർ ഇട്ടുണ്ട്, നമുക്ക് ഇത്ര ആവശ്യമില്ല. അതിൻ്റെ പകുതി ഭാഗം മാത്രം ഒരു കട്ടിങ് വീഡിയോ ഞാൻ കാണിക്കാം. നമുക്ക് ജസ്റ്റ് ലൂസ് വരുന്നത് 27, 28 ആകുമ്പോൾ നമുക്ക് എത്ര ലൂസ് ഉണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. വലിയ മാക്സിയാണ് കേട്ടോ. നമുക്കതല്ല ഫുൾ ലെങ്ത്ത് വരുന്നത് നോക്കാം. ഞാൻ അളന്ന് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഫുൾ ലെങ്ത്ത് വരുന്നത് നമുക്ക് 57 വരുന്നുണ്ട്. 58 ഉണ്ട്, നമ്മൾ സൈഡ് ഓപ്പാക്കി 57. നമ്മൾ കൈയിൻ്റെ ലെങ്ത്ത് 15 കൂടെ ഒരു 3 ഇഞ്ച് 4 ഇഞ്ചും കൂടിയിട്ട് നമ്മളൊരു പീസ് ജോയിൻറ്റും കൂടി കൊടുത്തിട്ട് കൈ ഇറക്കം കൂട്ടും. അപ്പോൾ ഏകദേശം 18 ഇഞ്ച് നമുക്ക് കൈ ലെങ്ത്തും വരും കേട്ടോ. നമ്മൾ ഇതെല്ലാം നമ്മൾ ഒരു കട്ടിങ് വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് ഇതിലോടൊപ്പം. നമുക്ക് റിഗാളിൽ ജസ്റ്റ് ലൂസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. നമുക്ക് കറണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ശ്രദ്ധകൾ വേണം. നമുക്ക് അളവുകളൊന്നും മാറിപ്പോകാതെ സൂക്ഷിക്കണം. നമുക്ക് മെഷീനിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പിടിക്കുന്ന സമയത്തും അത് നമ്മൾ വഴിക്ക് മാറ്റിയെടുത്ത് കറക്റ്റ് ആക്കണം. അല്ലെങ്കിൽ നമുക്ക് ഓരോ പീസ് ചെയ്യുന്ന എണ്ണം കുറയും. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ. ഓരോ സൈഡും നമ്മൾ ഒപ്പമാക്കിയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബാക്ക് കഴുത്തിൻ്റെ അളവിലാണ് കട്ട് ചെയ്യുന്നത്. എന്നതിന് ശേഷം പകുതി ഫ്രണ്ടും പകുതി ബാക്കുമായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. അത് നമ്മൾ സൈഡൊക്കെ ഒന്ന് ഒപ്പമായി കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കൂടുതൽ കട്ടിങ്ങിന് ലെയർ ഇട്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ അത്രയും ആവശ്യമില്ല. ഒരു ഭാഗം മാത്രം ഞാനൊരു രീതിയിൽ കാണിച്ചു തരുന്നു കേട്ടോ. നമ്മളിതിൽ 4 കൈക്കുള്ളതാണ് ഞാനിത് മൊത്തമായിട്ട് എടുക്കുന്നത്. നമുക്ക് 4 കൈക്ക് വേണ്ട, ഞാൻ പകുതി കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ രണ്ട് സെറ്റ് മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റായി കട്ട് ചെയ്യുക. സൈഡൊക്കെ ഒപ്പായി കൊടുക്കുക കഴിഞ്ഞാൽ വേസ്റ്റ് ഒന്നും പോകാത്ത രീതിയിൽ നമ്മൾ റെഡിമെയ്ഡ് കട്ട് ചെയ്യണം. അതേപോലെ ഇങ്ങനെ സൈഡ് പീസ് വരുന്ന ആ ഒരു വേസ്റ്റ് നിന്നാണ് നമുക്ക് കൈക്ക് ഞാൻ പറഞ്ഞ 4 ഇഞ്ച് ജോയിൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഒന്ന് ഒപ്പമായി പോകുന്ന ആ ഒരു ഭാഗം മാത്രം നമുക്ക് വേസ്റ്റ് പോകുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കറക്റ്റായി തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സിബ് വയ്ക്കുമ്പോൾ ഒരു പട്ട വരുന്നുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ടിങ് കറക്റ്റാക്കി കൊടുത്താൽ മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ ആ കുട്ടികളോട് പറഞ്ഞാൽ അവർ പട്ടയെല്ലാം വെട്ടി അവർ വെക്കും, പക്ഷെ അത് പലതും പല അളവായിരിക്കും. പക്ഷെ നമ്മൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വൃത്തിയിൽ കിട്ടും. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് അടിച്ച് മറിക്കുക ഒരു പീസ് കൊണ്ടല്ലോ, അത് നമ്മൾ വഴിക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ വേസ്റ്റ് എങ്ങനെ കൊടുത്താലും മതി. പക്ഷെ നമ്മൾ മെഷീൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഫിനിഷിങ് കൂടി കിട്ടുമല്ലോ. കുട്ടികൾ ഓരോ പീസും കത്രി കൊണ്ട് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് കട്ടറും കൊണ്ട് കട്ട് ചെയ്യണതല്ലേ. നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഇങ്ങനെ തിരിച്ചും മറിച്ചും കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു സിമ്പിളായിട്ട് പോണ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് മെഷീനും കൊണ്ടൊന്ന് കട്ട് ചെയ്ത് വിടുക. എന്നതിന് ശേഷം നമുക്ക് ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, കരഭാഗം അങ്ങനെയൊക്കെ നമുക്ക് വേസ്റ്റ് പോകുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കറക്റ്റായി തന്നെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മൾ കട്ടിങ് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗം മാറ്റി ബാക്ക് സൈഡ് മാറ്റി അങ്ങനെ രണ്ട് സെറ്റായിട്ട് മാറ്റി വെക്കുകയാണ്. എന്നതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് നമ്മൾ എംബ്രോയിഡിങ്ങിന് കൊടുക്കും. എംബ്രോയിഡിങ് അടിച്ച് വരാൻ വേണ്ടി നമ്മൾ കൊടുക്കും. ബാക്ക് സൈഡ് നമ്മൾ സൂക്ഷിക്കും. എംബ്രോയിഡിങ് അടിച്ച് വന്നതിന് ശേഷം മാത്രം നമ്മളിതിന് പിന്നെയും മിക്സാക്കി വെച്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിന് കൊടുക്കണം. നമ്മൾ നൂല് സിബെല്ലാം വെച്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിന് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം ഒരു യൂണിറ്റിലെ വർക്ക്. ഇതിന് മുന്നേ നമ്മൾ വർക്ക് ചെയ്തത് എംബ്രോയിഡിങ് അല്ല, നമ്മൾ വേറെ മെറ്റീരിയൽ എംബ്രോയിഡിങ് ചെയ്ത് വരുന്നുണ്ടല്ലോ. ആ ഒരു ഇങ്ങനത്തെ മെറ്റീരിയലും കൂടി നമ്മൾ എംബ്രോയിഡിങ് ചെയ്താൽ നമ്മൾ മെറ്റീരിയലായിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ അതും കൂടിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയും കൂടി ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞൊരു വീഡിയോ. ഓക്കെ, ബൈ.